തീർച്ചയായും അവൻ്റെ എനിക്കൊന്ന് അഖിൽക്കറിൻ്റെ മാച്ച് വിന്നിങ് പെർഫോമൻസ് ആണ്. അവനെപ്പോഴും ലാസ്റ്റ് മാച്ച് ആയാലും ഫസ്റ്റ് മാച്ച് ആയാലും അവൻ നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ടീമിന് വേണ്ടിയിട്ട്. നല്ലൊരു മാച്ച് വിന്നറാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇവൻ ഫീൽഡിംഗ് കൊണ്ടും അവൻ മാച്ച് ജയിപ്പിക്കാനുള്ള കഴിവുള്ള ഒരുത്തരാണ്. കഴിഞ്ഞ രണ്ട് മാച്ച് വലിയ തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ വിജയിക്കാൻ പറ്റാത്ത ഒരു തോന്നലുണ്ടായിരുന്നു. അത് മസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു. തീർച്ചയായും ലാസ്റ്റ് രണ്ട് മാച്ച് നമ്മളെ ജസ്റ്റ് എന്താ പറയുക ഒരു ഇഞ്ചിന് പോയ പോലെയാണ്. കാരണം നമുക്ക് തീർച്ചയായും ഒരു വിന്നിങ് മൊമെൻറ്റും കിട്ടിയാലാണ് നമുക്ക് അടുത്ത വരുന്ന മാച്ചിൽ നമ്മുടെ ടീമെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് രണ്ട് മാച്ച് ചെറിയ മാർജിനിലാണ് തോറ്റതെങ്കിലും പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ നന്നായി ചെയ്തു. നമ്മളെ ടീം എഫേർട്ടും യൂണിറ്റിയും ഭയങ്കര മുകളിലായിരുന്നു. അപ്പോൾ തീർച്ചയായും അതെപ്പോഴും കണ്ടിന്യൂ ചെയ്യാനാണ് എല്ലാവരെയും പ്ലാൻ. എന്താണ് കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നി ചെറിയ മിസ്റ്റേക്കാണ്. നമ്മൾ എന്താ പറയുക ഫീൽഡിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ ലേണിങ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പം മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലേണിങ്സ് ആണ്. അപ്പം ഈ രണ്ട് മാച്ചും കുറേ കാര്യങ്ങൾ പഠിക്കാനായി കറക്റ്റായിട്ട് നമ്മൾ ലേൺ ചെയ്ത് ലാസ്റ്റ് ഈ മാച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തു. രണ്ട് സീസണായി ഈ രണ്ട് സീസണിൽ കളിക്കുമ്പോൾ ഏത് ടീമിനോട് ഏറ്റുമുട്ടുമ്പോഴായിരിക്കും അങ്ങനെയൊന്നുമില്ല. എല്ലാ ടീമും ഈക്വലായിട്ട് തന്നെ എടുക്കുന്നത്. അങ്ങനെ ഒരു ടീമും ചെറുതും വലുതൊന്നുമില്ല. എല്ലാ ടീമും ഈക്വലാണ്. നമ്മളെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ബേസിക്സ് എന്താണോ അതാണ് ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാ മാച്ചും നമ്മൾ ഇറങ്ങുന്നത്. തീർച്ചയായും നല്ലൊരു മൊമെൻറ്റത്തിലുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് എല്ലാവരെയും ആഗ്രഹം. ദൈവാനുഗ്രഹം കൊണ്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കും. ഇല്ല, എല്ലാം നല്ലതിനല്ല. എല്ലാം കറക്റ്റായിട്ട് എന്താ പറയുക കറക്റ്റ് സമയത്ത് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരുത്തരാണ് ഞാൻ. അപ്പം എല്ലാം നല്ലതിനാണ്, എല്ലാം കറക്റ്റ് സമയം. കാരണം ഇത്രയും എഫേർട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമുക്ക് വേണ്ടി എടുത്ത് നമ്മളെ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം സ്റ്റാർ സ്പോർട്സിൽ കളിയും അതുപോലെ തന്നെ അത്രയും പ്രൊമോഷനും കാര്യങ്ങളും ഇക്വൽ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് കേസ് എടുക്കുന്നവരെ നമുക്ക് ആസ് എ പ്ലെയർ നമ്മളെ കേരളത്തിൽ ഓരോ പ്ലെയറിനും ഭയങ്കര ഓപ്പർച്യൂണിറ്റി. ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കാണ് വിഘ്നേഷ് പുത്തൂർ IPL കളിച്ചത്. അപ്പം ഓരോ ആൾക്കാരെയും കരിയർ മാറുന്ന ഒരു ടൂർണമെൻ്റ് ആവും. കാരണം അത് KCA തന്ന ഒരു സപ്പോർട്ടും ഹെൽപ്പും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്.